ബൈക്കുകളും അതുപോലെ മറ്റു വാഹനങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ ആരും പാർക്ക് ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മഹാസംഗമത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായി വല്ല സലഫി സഹോദരങ്ങൾ മറ്റു വിദഗ്ധരായ നവീനവാദികൾ ആരെങ്കിലും വരുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് VIP-കൾ കടന്നു വരുന്ന ഗേറ്റിലൂടെ പ്രത്യേകം വോളണ്ടിയർമാർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകം നമ്മുടെ വേദിയുടെ മുന്നിൽ ആസനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ അതിലൂടെ കടന്നു വരണമെന്ന് പ്രത്യേകം അവരെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا شفيع الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهادي وعبدت ربك حتى أتاك اليقين. فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمتي يا خير خلق الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا وسيدنا محمد صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ഈ മഹത്തായ വേദിയിൽ ആഗതരായിട്ടുള്ള സാദാതീങ്ങളെ, ഉലമാക്കളെ, ഉമറ നേതാക്കളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ഇൽമും ഹിദായത്തും അല്ലാഹു ഏറ്റിത്തരുമാറാവട്ടെ. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ നാടായ ഈ മുടിപ്പു എന്ന ഈ പ്രദേശം ഒരുപാട് മഹല്ലുകളുടെ ഒരു കേന്ദ്ര സ്ഥലമാണ്.
ഈ മുടിപ്പിന്റെ പരിസരങ്ങളിൽ ഉള്ള എല്ലാ മഹല്ലുകളും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മഹല്ലുകളാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷവും ഇവിടെ ബിദ്അകൾ അല്ലെങ്കിൽ പുത്തൻവാദികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും പരിഹസിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് ജീവിക്കുന്ന ഈ നാട്ടുകാരുടെ ഇടയിൽ വളരെ സ്നേഹത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും യോജിപ്പോടുകൂടിയും ജീവിക്കുന്ന ഈ നാട്ടുകാരുടെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഈ മുടിപ്പൂ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് വഹാബികൾ പറയുന്ന അവരുടെ വികലമായ ആശയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നലെയും പക്ഷിക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പോയിരുന്നു. അവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പള്ളി, ആ പള്ളിയുടെ മതിലിനോട് ചേർന്ന് കൊണ്ടിട്ടാണ് വഹാബികൾ പരിപാടി നടത്തിയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, യോജിപ്പിലും ഐക്യത്തിലും ജീവിക്കുന്ന നാട്ടുകാരെ ഭിന്നിപ്പിക്കുക, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുക. നാട്ടുകാരായ ഈ ഉമ്മത്തിനെ മുഴുവനും ഒന്നടങ്കം മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയുകയും വളരെ ഭീകരമായ ആരോപണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു സംഗതിയാണല്ലോ ഒരാളെ സംബന്ധിച്ച് മുശ്രിക്ക് എന്ന് പറയുന്നു. കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്ന, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറക്ക് പോകുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റും സ്വലാത്തും ചൊല്ലുന്ന ഈ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി കാഫിർ മുശ്രിക്കുമാക്കിക്കൊണ്ടാണ് അവർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏത് സ്ഥലത്ത് പോയാലും അവിടെ അവരെ പരിപാടിന്റെ മുന്നിൽ നാട്ടുകാരെ ഒന്നും കാണാറില്ല. ഏതോ ഒരു ബസ്സും പിടിച്ച് ആ ബസ്സിലേക്ക് തളപ്പാടിയിൽ നിന്ന് 2 ആള്, ഉള്ളാളത്ത് നിന്ന് 3 ആള്, മൈക്കാളത്ത് നിന്ന് 2 ആള്, തളപ്പാട് പിന്നെ കണ്ണൂരിൽ നിന്ന് 2 ആള്, മഞ്ചേശ്വരത്ത് നിന്ന് 2 ആള്, അങ്ങനെ കുറെ പറക്കി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതിനെ കാലിയാക്കി അതിന്റെ മുന്നിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കി, കാഫിറാക്കി പ്രസംഗിക്കുമ്പോ അതിന്റെ മുന്നിൽ അവർ വെക്കുന്ന കാരണം, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നു, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക എന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരോട് ദുആ രക്കുക എന്നത് ശിർക്കാണ്.
അതുകൊണ്ട് ഈ സുന്നികൾ എല്ലാവരും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്. ഇതാണ് അവർ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും കാണിച്ചു തന്ന മഹത്തായ ആദർശമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നത്. ഇതിൽ ഒരാൾക്കും തർക്കമില്ല. വഹാബികളും പറയുന്നു നബിയും സ്വഹാബത്തും പറഞ്ഞതുപോലെ അവർ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന്. ഞങ്ങളും പറയുന്നു നബിയും സ്വഹാബത്തും പറഞ്ഞതുപോലെ അവർ ജീവിച്ചതുപോലെ നാം ജീവിക്കണം എന്ന്. എന്നാൽ ഇവിടെ നിങ്ങൾ വളരെ സത്യസന്ധമായ നിലയ്ക്ക് നിങ്ങൾ വിലയിരുത്തണം, സ്വഹാബത്തിന്റെയും നബിയുടെയും സ്വഹാബത്തിന്റെയും യഥാർത്ഥ ആശയം ഉൾക്കൊള്ളുന്നവർ ആരാണ്? അത് സുന്നികളാണോ അല്ല വഹാബികളാണോ എന്നത് നിങ്ങൾ ആദ്യമായി ഒന്ന് വിലയിരുത്തണം. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. സുന്നികളും വഹാബികളും തമ്മിലുള്ള തർക്കം, പ്രധാനപ്പെട്ട ചില തർക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അവർ പറയുന്നു ഏത് സഹായത്തേട്ടവും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനോ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ ജീവിച്ചവരായാലും മരിച്ചവരായാലും അവരോട് ഒന്നും ചോദിക്കാൻ പാടില്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഔലിയാക്കളെ ദർഗ എന്ന് പറയുന്ന അവരുടെ ഖബറുകളിലേക്ക് നാം പോകരുത്, അത് ശിർക്കാണ്. ഇതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നാം ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തണം. ഈ വിഷയത്തിൽ നബിയുടെയും സ്വഹാബത്തിന്റെയും മാതൃക എന്തായിരുന്നു, നബിയുടെയും സ്വഹാബത്തിന്റെയും മാതൃക എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹായത്തേട്ടം ഒരു കാര്യം ചോദിക്കാൻ പാടില്ല എന്നാണോ, അല്ലെങ്കിൽ നബിയെ വിളിക്കാൻ പാടില്ല എന്നാണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്? എന്താണ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? വളരെ വ്യക്തമായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എന്താണ് അല്ലാഹുവിന്റെ റസൂല് ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശം? ഇമാം തിർമിദിയുടെ സുനനിൽ വളരെ വ്യക്തമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിലേക്ക് ഒരു കണ്ണ് കാണാത്ത ഒരു കുരുടനായ മനുഷ്യൻ വന്നു. കണ്ണ് കാണാത്ത, കാഴ്ച ശക്തിയില്ലാത്ത ഒരാള്. കാഴ്ച ശക്തിയില്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം വഹാബികളുടെ ആശയപ്രകാരം രണ്ടേ രണ്ട് ഓപ്ഷൻ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ അള്ളാഹുവിനോട് ദുആരക്കുക. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ പടച്ചവനോട് ദുആരക്കുക. ഇതാണല്ലോ വഹാബിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ആ കാലഘട്ടത്തിലുള്ള ഒരു വൈദ്യനുമായി ബന്ധപ്പെടുക. ഇതാണല്ലോ രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ ഓപ്ഷൻ ആ കണ്ണ് കാണാത്ത മനുഷ്യന്റെ മുന്നിലില്ല. ഒന്നിരിക്കലോ പടച്ചവനോട് ദുആരക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വൈദ്യനെ പോയി കാണുക. പക്ഷെ ഈ സ്വഹാബി ഈ രണ്ട് ഓപ്ഷനും അല്ല സ്വീകരിച്ചിട്ടുള്ളത്. ആ രണ്ട് മാർഗമല്ല അള്ളാഹുവിന്റെ ആ സ്വഹാബി സ്വീകരിച്ചത്. മറിച്ച് അദ്ദേഹം സ്വീകരിച്ച മാർഗം മൂന്നാമത്തതാണ്.
ഏതാണത്? അത് വഹാബികൾ പറയുന്ന ശിർക്കിന്റെ മാർഗമാണ് ആ സ്വഹാബി സ്വീകരിച്ചത്. അദ്ദേഹം എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, എനിക്ക് കണ്ണ് കാണുന്നില്ല, കാഴ്ച ശക്തിയില്ല നബിയെ, കാഴ്ച ശക്തി വേണം. നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂൽ ഡോക്ടറല്ല, പച്ചമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നോ കുത്തി കൊടുക്കുന്ന ആളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ആ സ്വഹാബി വരുന്നത് എങ്ങനെയാ? ഏത് വിശ്വാസത്തിലാണ് ആ സ്വഹാബി വരുന്നത്? എന്റെ നേതാവാകുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ പ്രശ്നത്തിന് അഭൗതികമായ വിധത്തിൽ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പൊന്നാര റസൂലുള്ളാഹിന്റെ അരികിൽ വരുന്നത്. അഭൗതിക രീതിയിൽ ഒരു ഗുണം പ്രതീക്ഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണെന്നാണ് സലഫി വാദിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കണ്ണ് കാഴ്ച എനിക്ക് വേണം, കാഴ്ചയില്ല. അള്ളാന്റെ റസൂല് വഹാബി ആയിരുന്നെങ്കിൽ എന്ത് പറയും? എടാ, എന്നോട് എന്താണ് നീ പറയുന്നത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന ആയത്ത് നീ കേട്ടിട്ടില്ലേ മോനെ? പടച്ചോനോടല്ലേ നിന്റെ സങ്കടം പറയേണ്ടത്, എന്നോട് എന്തിനാ പറയുന്നത്? അല്ലെങ്കിൽ നീ ഇന്ന നാട്ടിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട്, ഒരു വൈദ്യനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചികിത്സ നടത്തിക്കോ എന്നല്ലേ പറയേണ്ടത്? അതല്ല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ദുആ, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. സ്വഹീഹായ ഹദീസാണ്, ഒരു സലഫിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഈ ഹദീസ് ദുർബലമാണെന്ന് പറയാൻ ഒരു വഹാബിക്കും കഴിയില്ല. ഇമാം തിരുമതി തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഇബ്നു മാജ തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം മുഹദ്ദിസുകൾ അവരെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാന്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ആ പ്രാർത്ഥന? പച്ച ശിർക്കിന്റെ പ്രാർത്ഥനയാണ്. വഹാബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പച്ച ശിർക്കിന്റെ പ്രാർത്ഥന അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി കതവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയലി. അള്ളാന്റെ റസൂൽ പറയാണ്, മോനെ, നീ 2 റക്അത്ത് നിസ്കരിക്കണം. ഖലാഉൽ ഹാജത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറയുന്ന നിസ്കാരം ഖുതുബിയ്യത്തിന്റെ മുമ്പ് നമ്മൾ 12 റക്അത്ത് നിസ്കരിക്കും. സ്വലാത്തുൽ ഹാജ അത് 12 റക്അത്താണെന്നും 6 റക്അത്താണെന്നും 2 റക്അത്താണെന്നും പല വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. ഇരിക്കട്ടെ, ആ സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറയുന്ന 2 റക്അത്ത് നിസ്കരിക്കാൻ ആ സ്വഹാബിയോട് പറയുന്നു, 2 റക്അത്ത് ആദ്യം നീ നിസ്കരിക്കണം, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ സംഗതി ചൊല്ലണം. എന്താണ് അതിലുള്ളത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടിക്കുന്നു, മധ്യവർത്തിയാക്കുന്നു, ബിനബിയിക, നിന്റെ നബിയെ കൊണ്ട് ഞാൻ മധ്യവർത്തിയാക്കുന്നു, നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അത് തവസ്സുലിന്റെ ഭാഗമാണ്. എന്നിട്ട് അതിനപ്പുറം നേരിട്ട് റസൂലുള്ളാഹിനെ വിളിക്കാൻ, ഇസ്തിഗാസ നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ഒരു കാര്യം നടപ്പിൽ വരുത്താൻ എന്തിന് റസൂലുള്ളാഹിനെ ഇടയിൽ വെക്കണം? എന്തിന് റസൂലുള്ളാഹിനെ വിളിക്കണം? തലയിൽ ഒരല്പമെങ്കിലും തലച്ചോറുള്ള മനുഷ്യന് ഈ ഒറ്റ ഹദീസ് മതിയാവൂലേ? മഹാന്മാരെ വിളിക്കാം, ആവശ്യപൂരണത്തിന് വേണ്ടി. നമ്മുടെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോ
لا إله إلا الله اللهم صل على محمد اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقام محمود الذي وعده رزقنا شفاعته إنك لا تخلف الميعاد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് തന്നെ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നു. യാ മുഹമ്മദ് ഇന്നി ഖതവജ്ജഹതു ബിക ഇലാ റബ്ബി. ഓ നബിയേ, അങ്ങേ ഞാൻ എന്റെ റബ്ബിലേക്ക് ഇടയാളനാക്കിയിരിക്കുന്നു. ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ ഓ തങ്ങളെ അങ്ങേ ഞാൻ അല്ലാഹുവിലേക്ക് മധ്യവർത്തിയാക്കിയിരിക്കുന്നു. അള്ളാന്റെ റസൂലിനെ നേരിട്ട് വിളിക്കാനാ പഠിപ്പിച്ചു കൊടുത്തത്. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? റസൂലുള്ളാഹിനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദോ അല്ല, അല്ലെങ്കിൽ താജുൽ ഉലമയോ താജുൽ ഫുഖഹാവോ അല്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്നാ ചിലപ്പോ പറയും അത് ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രമല്ലേ, ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രമല്ലേ? അല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി ഇതേ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന ആ വിളി ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീർ റിപ്പോർട്ട് ചെയ്തതായി കാണാം. അപ്പൊ വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്ന്. ഞാൻ ചോദിക്കുന്നു വഹാബികളോട്, അള്ളാന്റെ റസൂലിനെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത് ശിർക്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഈ ശിർക്കാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അള്ളാന്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചാൽ, ഒരു ദിക്ർ പഠിപ്പിച്ചാൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് അത് ബാധകമാണ്. തണ്ടാസിൽ പ്രവേശിക്കുമ്പോ ഇന്ന ദിക്ർ ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് അത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രമല്ലല്ലോ. പള്ളിയിൽ കയറുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണമെന്ന് പഠിപ്പിച്ചാൽ അത് അവിടുത്തെ ജീവിത കാലഘട്ടത്തിലേക്ക് മാത്രമല്ലല്ലോ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ബാധകമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്നെ വിളിക്കാൻ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളോടും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശിർക്കാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുവോ? നിങ്ങൾ പറയുന്നത് മരണപ്പെട്ടവരെ വിളിക്കാൻ പാടില്ല, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നല്ലേ? അല്ലാഹുവിന്റെ റസൂലല്ലേ ലോകത്തേക്ക് തന്നെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഈ ഹദീസ് എത്ര ഇമാമികളാണ് അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ ഈ പ്രാർത്ഥന കൊടുക്കുന്നു. എന്നിന് ഒരു ആവശ്യപൂരണത്തിന് വേണ്ടി ഈ പ്രാർത്ഥന ഉപയോഗിക്കാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തുന്നു. അപ്പോ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചാൽ ശിർക്കാകുമെങ്കിൽ ആ ശിർക്കാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്, മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് വഹാബി പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ആശയം അങ്ങനെയല്ല. സ്വഹാബത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അങ്ങനെയല്ല. അവർ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. ഇനി നോക്ക് നിങ്ങള്, മഴയില്ലാത്ത സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ മഴയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫ്
ആ മുസന്നഫിന്റെ 7-ാം വാള്യം 482-ാമത്തെ പേജ് നോക്കൂ. നിങ്ങൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ മറന്നു പോകരുത്. നബിയും സ്വഹാബത്തും പഠിപ്പിച്ചത് സുന്നി ആശയമാണോ അല്ല വഹാബി ആശയമാണോ? ഇത് നിങ്ങൾ വിലയിരുത്തണം. സുന്നികൾ പറയുന്നത് പോലെയുള്ള ആശയമാണോ നബിയും സ്വഹാബത്ത് ഈ ലോകത്തേക്ക് പഠിപ്പിച്ചത് അല്ല വഹാബികൾ പറയുന്ന ആദർശമാണോ? ഇനി നോക്ക്, രണ്ടാമത്തെ ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരണം നടത്തുന്ന കാലം അതാ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ക്ഷാമം ഉണ്ടാകുന്നു, മഴയില്ലാതെ ജനങ്ങൾ വിഷമിക്കുന്നു. ഒരു റജുൽ വന്നു. ആരാണത്? അത് സ്വഹാബിയായ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വരുന്നു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് വരുന്നു സ്വഹാബി. നിങ്ങൾ ആലോചിച്ചു, വഹാബിന്റെ ആശയം എന്താ? മഴയില്ലെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ, മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹിയായാലും ശരി, ബദരീങ്ങളായാലും ശരി, മുഹ്യിദ്ദീൻ ശൈഖ് ആയാലും ശരി, ഒരാളോടും ചോദിക്കാൻ പാടില്ല എന്നല്ലേ വഹാബി വാദിക്കുന്നത്. എന്നാൽ സ്വഹാബത്തിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. സ്വഹാബത്ത് ലോകത്തേക്ക് പഠിപ്പിച്ച ആ ആദർശമാണോ? നിങ്ങൾ വിലയിരുത്തണം. അങ്ങനെ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വന്നു. വന്നിട്ട് ദാ വിളിക്കുകയാണ് വഫാത്തായ റസൂലുള്ളാഹി, യാ റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹ് എന്ന് നേരിട്ട് റസൂലുള്ളാഹിനെ വിളിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന റസൂലുള്ളാഹയല്ല, വഫാത്തായി കിടക്കുന്ന ഖബറിന്റെ ഉള്ളിലുള്ള റസൂലുള്ളാഹിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇസ്തസ്ഖിലു ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു. ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ തേടണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകു, കാരണം അങ്ങയുടെ ഉമ്മത്ത് നാശത്തിന്റെ വക്കിലാണ്. മഴ വേണം നബിയെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത്? ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കോ? അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ പറഞ്ഞ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനിയുടെ അടുത്തേക്ക് സ്വപ്നത്തിൽ വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുന്നു, ബിലാലേ, നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികിൽ പോകണം. ഫഅഖിഹു സലാം, എന്റെ സലാം ഉമർ ഇബ്നുൽ ഖത്താബിനെ അറിയിക്കണം. വഅഖ്ബിറുഹു അന്നകും മുസ്ഖൗ, നിങ്ങൾക്ക് അടുത്ത് തന്നെ മഴ കിട്ടുന്നു എന്ന സന്തോഷ വാർത്ത നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത നൽകുകയാണ് സ്വപ്നത്തിലൂടെ. ഈ ഹദീസ് സ്വഹീഹാണ്, ഈ സംഭവം സ്വഹീഹാണ്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ബി ഇസ്നാദിൻ സ്വഹീഹ് റവ ഇബ്നു അബീ ശൈബ ബി ഇസ്നാദിൻ സ്വഹീഹ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുപോലെ സലഫികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബ്നു കസീർ പോലും അൽ ബിദായത്തു നിഹായയിൽ പറയുന്നു, ബി ഇസ്നാദിൻ സ്വഹീഹ്, സ്വഹീഹായ സനദോടുകൂടെ. വാറോലയല്ല, കള്ളക്കഥയല്ല, വെട്ടുകഥയല്ല, ദുർബലമല്ല, സ്വഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. കണ്ടോ നിങ്ങൾ, എന്താണ് സ്വഹാബത്തിന്റെ വിശ്വാസം? മഴയില്ലാത്ത സമയത്ത് റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്. ഖബറിനടുത്തേക്ക് പോകാൻ പാടില്ല, ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെ ഖബറിനടുത്തേക്ക് പോകാൻ പാടില്ല, അത് ശിർക്കാണ് എങ്കിൽ ഈ സ്വഹാബത്ത് ലോകത്തേക്ക് പഠിപ്പിച്ചത് ശിർക്കിന്റെ മാതൃകയാണോ? അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഏറ്റവും തർക്കത്തിലുള്ള വിഷയമാണല്ലോ. മഹാന്മാരുമായി ബന്ധപ്പെടുന്നതും അവരെ വിളിക്കുന്നതും അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതും. ഞാൻ 2 തെളിവുകൾ പറഞ്ഞു, അതിൽ മാത്രം ഒതുങ്ങിയതല്ല, 100 കണക്കിന് തെളിവുണ്ട്. പക്ഷേ സമയം കുറവാണല്ലോ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ വിശ്വാസം സുന്നികൾ പറയുന്ന വിശ്വാസമാണ്. സുന്നികൾ ചെയ്യുന്ന അതേ കാര്യമാണ് സ്വഹാബത്ത് ചെയ്തത്. ഇനി രണ്ടാമത്തെ വിഷയം, ഏറ്റവും തർക്കത്തിലുള്ള മറ്റൊരു വിഷയമുണ്ടല്ലോ, സുന്നികളും സലഫികളും. എന്താണത്? സുന്നികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം നടത്തുന്നു. വഹാബികളോ മൗലിദ് ശിർക്കാണെന്ന് പറയുന്നു. ചിലപ്പോ പറയും ഞങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ക്ലച്ച് കിട്ടാതിരിക്കുമ്പോ പറയുന്ന വാക്കാണ്.
ശിർക്ക് എന്ന വാദത്തിന്റെ മേലെ നിലനിൽക്കാൻ കഴിയാതെ വരുമ്പോ ഇപ്പൊ ചില മൗലവിമാര് പറയാണ് ഞങ്ങൾ ശിർക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല, മൗലിദോദിൽ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ബിദ്അത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പച്ച നുണയാ. ഉമർ മൗലവി സൽസബീൽ എഴുതിയിട്ടുണ്ട്. ഉമർ മൗലവി ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. മൗലിദ് പാരായണം നടത്തുന്നത് ശിർക്കാണ് എന്ന് പച്ച മലയാളത്തിൽ ഉമർ മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗലിദിന്റെ ഉള്ളടക്കത്തിൽ ഒരു തെറ്റില്ലെങ്കിൽ പോലും മൗലിദ് ഓതുന്നത് ശിർക്കാണ് എന്ന് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന കട്ടിയുള്ള പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ സൽസബീൽ എന്ന് പറയുന്ന മാസികയിലും ഉമർ മൗലവി രേഖപ്പെടുത്തിയത് നമ്മുടെ കൈവശമുണ്ട്. എന്നാൽ സുന്നികൾ റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം നടത്തുന്നു, അത് പുണ്യകർമ്മമാണെന്ന് അവർ വിലയിരുത്തുന്നു, അത് കൂലിയുള്ള സംഗതിയാണെന്ന് വിലയിരുത്തുന്നു. എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളാഹിന്റെ സ്തുതി കീർത്തനങ്ങൾ പറയുന്നതിനാണ് ഞങ്ങൾ മൗലിദ് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ പറയുന്നതിന് മൗലിദ് എന്ന് നമ്മൾ പറയുന്നു. ഈ കാര്യത്തിൽ സ്വഹാബത്തിന്റെ ആദർശം എന്താ? സ്വഹാബത്തിന്റെ ആദർശം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. സ്വഹീഹുൽ ബുഖാരി വിശുദ്ധമായ ഖുർആൻ കഴിച്ചാൽ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ അതാ വളരെ കൃത്യമായി കാണാം, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്നു. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع صلاة وتسليم أرانا الهدى بعد الأمى فقلوبنا به موقنات أنما قال واقع صلاة وتسليم وأزكى تحيتي يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع صلاة وتسليم ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. 1155 നമ്പറായി ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മൗലിദ് കഴിച്ചിട്ടുണ്ട്. ഇനിയും മതിയാകൂലേ? അതാ റസൂലുള്ളാഹി തങ്ങളുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അംദഹക യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, അങ്ങയുടെ മൗലിദ് പാരായണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നബിയേ. അള്ളാന്റെ റസൂലിന്റെ മൗലിദ് പാരായണം നടത്താനുള്ള സമ്മതം തേടുകയാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വഹാബിയായിരുന്നുവെങ്കിൽ, ഓ അബ്ബാസേ എളാപ്പ, അത് പാടില്ല, അത് അരുത്, അത് തെറ്റാണ്, അത് ബിദ്അത്താണ്, അനാചാരമാണ്, അത് ശിർക്കാണെന്നല്ലേ പറയേണ്ടത്. അള്ളാന്റെ റസൂൽ ചെയ്തത് എന്താണ്? മൗലിദ് പാരായണത്തിന് സമ്മതം നേടിയപ്പോൾ അള്ളാന്റെ റസൂലിന്റെ പ്രതികരണം എന്താണ്? ഓ എളാപ്പാ, നിങ്ങൾ ചൊല്ലിക്കോളൂ, ലാ യഖ്ദുലില്ലാഹു ഫാക്, അങ്ങയുടെ തൊള്ളക്ക് ഒരു കേടും സംഭവിക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്,
ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വെച്ചിട്ട് അവിടുത്തെ ഹദറത്തിൽ വെച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം നടത്തുന്നു. മിൻ ഖബ്ലി ഹാതിബത ഫിൽലിലാലി വഫി മുസ്തൗദഉൻ ഹൈതു യുഖ്സഫുൽ വറഖു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി. എന്താണ് ആ വാക്കിൽ പറയുന്നത്? ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ ഈ ലോകത്ത് മാത്രമല്ല സ്വർഗത്തിൽ താമസിക്കുമ്പോൾ അതിന്റെ സ്വർഗത്തിൽ വിലക്കപ്പെട്ട മരത്തിന്റെ ഇല തിന്നതിന്റെ പേരിൽ ഔറത്ത് വെളിവായപ്പോ ആ ഔറത്ത് മറക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ മരത്തിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്തുകൊണ്ട് ആ ഔറത്ത് മറക്കുന്ന സമയത്ത് പോലും തങ്ങൾ അവിടെ പരിശുദ്ധമായ നിലക്ക് തങ്ങൾ ഉണ്ടായിരുന്നല്ലോ നബിയേ. ثم هبت البلاد لا بشر أنت ولا مضغة ولا علق يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ഓ നബിയേ, പിന്നീട് സ്വർഗത്തിൽ നിന്ന് തങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ നബിയേ. ആ ഇറങ്ങി വരുന്ന സമയത്ത് തങ്ങൾ മനുഷ്യരൂപത്തിലല്ല, ആ സമയത്ത് തങ്ങൾ ഇറച്ചിക്കട്ടയല്ല, ആ സമയത്ത് തങ്ങൾ ചോരക്കട്ടയുമല്ല. തങ്ങൾ ബാപ്പാന്റെ മുതുകിലായി ഒരു ഇന്ദ്രിയമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നില്ലേ നബിയേ. ബഹുമാനപ്പെട്ട, അതേ മാത്രമല്ല ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയപ്പോ, വലിയ ജലപ്രളയമുണ്ടായപ്പോ, വെള്ളപ്പൊക്കമുണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സമയത്ത് അങ്ങ് കപ്പലിൽ കയറിയിട്ടുണ്ടല്ലോ നബിയേ. വവറദ്നാറൽ ഖലീലി മുസ്തതിറാ ഫീ സുൽബിഹി അൻത കൈഫ യഹ്തരിഖു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദ് വലിച്ചെറിഞ്ഞപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ട ആ തീയിലേക്ക് തങ്ങളും പോയിട്ടുണ്ടല്ലോ നബിയേ. ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ എറിയപ്പെട്ട തീയിലേക്ക് തങ്ങളും ചെന്നിട്ടുണ്ടല്ലോ. ഫീ സുൽബിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലായി തങ്ങളും അവിടെ ചെന്നിട്ടുണ്ടല്ലോ നബിയേ. കൈഫ യഹ്തരിഖു, തങ്ങൾ ഉണ്ടാകുമ്പോ ഇബ്രാഹിം നബി എങ്ങനെ കരിയും നബിയേ. അതാണ് മൻകൂസ് മൗലിദിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് മൻകൂസ് മൗലിദിൽ പറയുന്നതും അത് തന്നെയാണ്. ഈ കാര്യം റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അവിടുന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. അത് ബിദ്അത്താണെന്ന് പറഞ്ഞു, അത് തെറ്റാണെന്ന് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പറഞ്ഞു. ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ കൊടുത്തതാണ്. ലാ യഫ്ലുലില്ലാഹു ഫാഖ്. ഓ അബ്ബാസ്, ഓ യളാപ്പ, നിങ്ങളെ തൊള്ളക്ക് ഒരു കേടും പറ്റാതിരിക്കട്ടെ എന്ന് ദുആ കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ഇതാണ് സുന്നികൾ ചെയ്യുന്നത്. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ മൗലിദ് നടത്തിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അത് സുന്നികൾ ചെയ്യുമ്പോ വഹാബി പറയുന്നു അത് ശിർക്കാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെയും നിഷേധിക്കുന്ന വിഭാഗമാണ് വഹാബികൾ. ഞാൻ നേരത്തെ എനിക്ക് വൈകുന്നേരം എന്റെ സുഹൃത്ത് ഒരു വോയിസ് അയച്ചു. ഇവിടെയുള്ള പരിസരത്തുള്ള ഒരു വഹാബി പ്രവർത്തകൻ അല്ലാഹുവിന്റെ റസൂലിനെ വഹാബികൾ തരം താഴ്ത്തുന്നു, സാധാരണക്കാരനാണെന്ന് പറയുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് എന്ത് വേറെ പണിയില്ലേ?
ഇല്ലാത്തത് പറയാൻ വേറെ പണിയില്ലേ? ഉള്ളത് തന്നെ പറഞ്ഞു തീരുന്നില്ല. പിന്നല്ലേ 10-15 കാര്യങ്ങളിൽ എണ്ണി പറയാം. 1-2 അല്ല, 15 വിഷയങ്ങളിൽ വഹാബികൾ അള്ളാന്റെ റസൂലിനെ തരം താഴ്ത്തുന്നവരാ. 1-2 അല്ല, നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെല്ലാം വിഷയമുണ്ടോ അതിനെ പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നവരാണ് വഹാബികൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ തൗഫീഖ് കിട്ടും? അതിനു വേണ്ട ഭാഗ്യം അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടാൻ അതിനു വേണ്ട ഭാഗ്യം. നിങ്ങൾക്ക് എവിടെ നിന്നോ ഭാഗ്യം കിട്ടുന്നത്? 24 മണിക്കൂറും റസൂലുള്ളാഹി തങ്ങളെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ട് ഖൽബിൽ നിഫാഖുമായി നടക്കുന്ന നിങ്ങൾക്കുണ്ടോ റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്താനുള്ള ആ തൗഫീഖ് കിട്ടുന്നത്? ഇരിക്കട്ടെ, ഇങ്ങനെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനിയും മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളമുണ്ട്. 1-2 അല്ല, ചില സാമ്പിളുകൾ മാത്രമാണ് മുന്നിൽ വെക്കുന്നത്. മൂന്നാമത്തെ കാര്യം നോക്കി, നമ്മുടെ പള്ളികളിലൊക്കെ റാത്തീബ് നടക്കുന്നു. ഹദ്ദാദ് റാത്തീബ് നടക്കുന്നു, കൊല്ലത്തിൽ മുഹീദ്ദീൻ റാത്തീബ് നടക്കുന്നു, ചില പള്ളികൾ റിഫായി റാത്തീബ് നടക്കുന്നു. ഇങ്ങനെ റാത്തീബുകൾ നടക്കുന്നു അല്ലേ? വഹാബികൾ പറയും അത് ബിദ്അത്താണ്, അനാചാരമാണ്, നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്? റാത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? റാത്തീബ് എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ മജ്ലിസിന് നമ്മൾ പറയുന്ന പേരാണ് റാത്തീബ്. ദിക്റിന്റെ മജ്ലിസിനിട്ട പേരാണ് റാത്തീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റാത്തീബ് ചൊല്ലാൻ അല്ലെങ്കിൽ ദിക്റിന്റെ മജ്ലിസ് നടത്താൻ പഠിപ്പിച്ചിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഖറജ മുആവിയ വലാ ഹൽഖത്തിൻ ഫിൽ മസ്ജിദി. മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിലുള്ള ഒരു ഹൽഖ, ഒരു മജ്ലിസിലേക്ക് പോയി. നോക്കുമ്പോൾ ഒരു മജ്ലിസ് അവിടെ നടക്കുകയാണ്, ദിക്റിന്റെ മജ്ലിസ്. ഫഖാല, മുആവിയ ചോദിക്കുന്നു, മാ അജ്ലസകും, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഖാലു, അവർ പറയുന്നു, ജലസ്നാ നദ്കുറുല്ലാഹ്, ദിക്റിന്റെ മജ്ലിസാണ്, ഞങ്ങൾ ദിക്ർ ചൊല്ലുകയാണ്. അപ്പോ മുആവിയ ചോദിക്കുന്നു, അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാ, നിങ്ങൾ അതിനു വേണ്ടി തന്നെയല്ലേ ഇരുന്നത്? എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ടല്ലോ, അതിനു വേണ്ടി തന്നെയല്ലേ ഇരുന്നത്? ഖാലു വല്ലാഹി മാ അജ്ലസനാ ഇല്ലാ ദാ, അല്ലാഹുവിനെ തന്നെ സത്യം മുആവിയ, അതിനു വേണ്ടിയല്ലാതെ വേറൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. അപ്പൊ മുആവിയ പറഞ്ഞെന്താ? ദിക്റിന്റെ മജ്ലിസ് പാടില്ല, അത് ബിദ്അത്താണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്നാണോ? മുആവിയ പറയാണ്, ഇന്നി ലം അസ്തഹ്ലിഫുകും തുഹ്മതൻ ലക്കും, ഓ സുഹൃത്തുക്കളെ, നിങ്ങളോട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചല്ല കേട്ടോ ഞാൻ നിങ്ങളോട് ഈ കാര്യം അന്വേഷിച്ചത്. വമാ കാന അഹദും ബിമൻസിലതി മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖല്ല അൻഹു ഹദീസൻ മിന്നി, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ കൂടുതൽ ഹദീസ് ഒന്നും റിപ്പോർട്ട് ചെയ്ത ആളല്ല. പക്ഷേ വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബി, ഇതേപോലെ ഒരു ദിവസം സ്വഹാബത്ത് പള്ളിയിൽ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിക്റിന്റെ മജ്ലിസിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നു. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ അജ്ലസകും, നിങ്ങൾ എന്തിനായിരുന്നത്? ഖാലു, സഹാബത്ത് പറഞ്ഞു, നജലസ്നാ നദ്കുറുല്ലാഹ വ നഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം, പൊന്നാര നബി, ദിക്ർ ചൊല്ലാനാണ് ഞങ്ങൾ ദിക്ർ ചൊല്ലാനാണ് ഇരുന്നത്, ദിക്റിന്റെ മജ്ലിസാണ്, റാത്തീബിന്റെ മജ്ലിസാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കണ, അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാ, അതിനു വേണ്ടി തന്നെയല്ലേ ഇരുന്നത്? സത്യമാണല്ലോ. അവർ പറഞ്ഞു, അല്ലാഹി മാ അജ്ലസനാ ഇല്ലാ ദാ, നബി അതിനു വേണ്ടി മാത്രമാണ്, വേറെ ലക്ഷ്യം ഞങ്ങൾക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ദിക്റിന്റെ മജ്ലിസ് റാത്തീബ് പാടില്ല എന്നാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമാ ഇന്നി ലം അസ്തഹ്ലിഫുകും തുഹ്മതൻ ലക്കും വലാകിന്നഹു അതാനി ജിബ്രീലു ഫഅഖ്ബറനി അന്ന അല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. സഹാബത്തെ, നിങ്ങളോട് തെറ്റിദ്ധാരണ കൊണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് ഇപ്പോ എന്റെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വിവരം പറഞ്ഞു, ഇന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, അല്ലാഹു തആല ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളെ കാരണം കൊണ്ട് മലക്കുകളോട് അഭിമാനം പ്രകടിപ്പിക്കുന്നു.
ഈ സന്തോഷ വാർത്ത നൽകാനാണ് വന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ. അപ്പൊ റാത്തിബിന്റെ മജ്ലിസ് അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് നടത്തിയിട്ടുണ്ട്. അതാണ് സ്വഹാബത്തിന്റെ മാതൃക. വഹാബിനോട് ചോദിച്ചു, ദിക്റിന്റെ മജ്ലിസ് നടത്താൻ പറ്റുമോ? മുഅയ്യിദ് ശൈഖിനെ വിളിക്കാൻ പാടില്ല മാത്രമല്ല വഹാബി പറയുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനും ഈ വഹാബി വിടൂല. കേട്ടോക്ക് നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? അത് പറ്റൂല. എണീച്ചു ഓടുകയാണ്. അപ്പോ ഏത് ഉദാഹരണം എടുത്തു നോക്കിയാലും നബിയുടെയും സ്വഹാബത്തിന്റെയും മാർഗം എന്താണ്? സുന്നികൾ ചെയ്യുന്നതേ മാതൃകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, സുന്നികൾ ബർക്കത്തെടുക്കുന്നു, വഹാബികൾക്കോ ബർക്കത്തെടുക്കുന്നത് പച്ച ശിർക്കാണ്. കാരണം മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാ വഹാബി പറയുന്നത്. ഇതാപ്പോ വഹാബിന്റെ തൗഹീദ്. ഞങ്ങൾ നേരത്തെ ഞാൻ കേട്ട വോയിസിലുണ്ട്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. ഈ കൂട്ടർക്ക് തൗഹീദ് എന്തെങ്കിലും തിരിഞ്ഞോ? എന്താണ് തൗഹീദ്? എന്താണ് ഇബാദത്ത്? എന്താണ് ദുആ? എന്താണ് ശിർക്ക്? അതിന്റെ നിർവചനം പറഞ്ഞ് പ്രസംഗിക്കാൻ ലോകത്തെ ഒരു മൗലവിക്കും കഴിയില്ല. മറഞ്ഞ മാർഗത്തിലൂടെ, അവ്യക്തമായ അദൃശ്യമായ മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിച്ചാൽ വഹാബി പറയുന്നു ശിർക്കാണ്, പേടിച്ചാൽ ശിർക്കാണ്. എത്രത്തോളം പറഞ്ഞാലേ ഒരു വഹാബി പറയാം. വഹാബികൾ എല്ലാവരും കൂടെ പറയുന്ന സംഗതിയാണ്. എന്ത്? ഇപ്പൊ രാത്രി ഇവിടെ വയല് കഴിഞ്ഞ് ഒരു 12 മണിയായി സങ്കല്പിച്ചോളി. അപ്പൊ രണ്ടാള് ഒരു ബൈക്കിൽ പോവുകയാണ്. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തി. ഒരാൾക്ക് ഇങ്ങോട്ട് പോകണം, മറ്റൊരാൾക്ക് ഇങ്ങോട്ട് പോകണം. അപ്പൊ ഒരാൾ ബൈക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുമ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഈ പോകുന്ന റോട്ടില് അവിടെ കുറെ ഗാഞ്ചന്റെ ആളുണ്ട്. ഗാഞ്ച വലിക്കുന്ന പാലക്കാരുടെ കട്ടലിൽ ഇരുന്നിട്ട് രാത്രി പോകുന്ന ആളൊക്കെ തല്ലുന്നുണ്ട്, എനിക്ക് പേടിയാന്നുണ്ട്. അപ്പൊ മറ്റൊരുത്തൻ പറഞ്ഞു, എടാ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരു ശൈത്താനിന്റെ കട്ടുണ്ട്, ഒരു കുറച്ച് ഗജന്റെയോ മറ്റേതെങ്കിലും ഒരാളെ കട്ടുണ്ട്, എനിക്കതിന്റെ പേടിയാണ്. അപ്പൊ വഹാബി പറയാ, ഗാഞ്ചന്റെ പേടി പേടിച്ച പേടി തൗഹീദിന്റെ പേടിയാണ്, കട്ടന്റെ പേടി പേടിച്ച പേടി ശിർക്കിന്റെ പേടിയാണ്. ഒന്നാമത്തത് തെളിഞ്ഞ പേടി, രണ്ടാമത്തത് മറഞ്ഞ പേടി. ഇതപ്പോ വഹാബിന്റെ തൗഹീദ്. ആകെ തൗഹീദ് എന്ന് പറഞ്ഞെടുക്കുന്ന ഈ മണ്ണാങ്കട്ട പോലത്തെ സാധനമാണ്. ഈ തുമ്പുമാലില്ലാത്ത സംഗതിയാണ് വഹാബി തൗഹീദ് എന്ന് പഠിപ്പിക്കുന്നത്. ഇനി എന്തെങ്കിലും തുമ്പുമാലുണ്ടോ? ഇങ്ങനെ മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല, ഒരാളെ പേടിക്കാൻ പാടില്ല. അത് പച്ച ശിർക്കാണ് എന്നാ വഹാബി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തങ്ങളെ കൈപിടിച്ച് കുത്തുമ്പോ, ഒരു ആലിമിന്റെ കൈപിടിച്ച് കുത്തുമ്പോ അതിലൂടെ ഒന്നും കാണാനില്ല. അതിലിപ്പോ തോലുണ്ട്. സാധാരണ എല്ലാവരുടെ കയ്യിലുള്ള ഒരു തോല് പോലെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മുത്തുന്നാളെ മനസ്സിൽ എന്താണ്? ഒരു മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഗുണം ഇതിലേക്ക് ഉണ്ടെന്നല്ലേ. അപ്പൊ വഹാബി പറയും, മറഞ്ഞ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചാൽ പച്ച ശിർക്കാണ്. അപ്പോ ഇത് പറഞ്ഞപ്പോ വഹാബികളെ മുന്നിൽ ഭയങ്കരമായ ഒരു തടസ്സം വന്നു. എന്താണ്? എന്ത്? അവരണികൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മൗലവി കക്കൂസിൽ പോകുമ്പോ ദിക്ർ എങ്ങനെ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്നല്ലേ ചൊല്ലേണ്ടത്. അതിനെ അതിന്റെ അർത്ഥം എന്താ? ഖുബൂസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ശൈത്താനും, ശൈത്താനും ഖബായിസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ശൈത്താനും ഇല്ലേ. അപ്പൊ ആ പെണ്ണ് ശൈത്താന്റെ ആണ് ശൈത്താന്റെ ഷർറ് അതിപ്പോ കാണുന്നില്ലല്ലോ, മറഞ്ഞ മാർഗത്തിലല്ലേ. അപ്പൊ ശിർക്കാവൂല ദിക്ർ ചൊല്ലിയാൽ. അപ്പോ വഹാബി എന്താക്കി? എന്താ ചെയ്യാ? ഒറ്റൊരു മാറ്റം. എന്ത്? അതിന്റെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞു. വഹാബി പറഞ്ഞു, ഹുബൂസ് എന്ന് പറഞ്ഞാൽ ഏത് മദ്രസയിൽ പഠിക്കുന്ന കിടാക്കളോട് ചോദിച്ചാലും പറയും ഹുബൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുബൂസ് അല്ല കേട്ടോ, ഹോട്ടലിൽ കിട്ടുന്ന ഹുബൂസ് അല്ല. ഈ ആണ് ശൈത്താനും പെണ്ണ് ശൈത്താൻ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളും പറയും. അപ്പൊ വഹാബി എന്താക്കിയോ? ഇത് ഇങ്ങനെ പോയാൽ ഞങ്ങളെ തൗഹീദിന് നിലനിൽപ്പുണ്ടാവില്ല. കാരണം മറഞ്ഞ വഴിയല്ലേ ഇപ്പോ ശൈത്താനെ പിടിക്കുന്നത്. അപ്പൊ വഹാബി പറഞ്ഞു, ഹുബൂസ് എന്ന് പറഞ്ഞാൽ ആണ് കൊതു, ഖബായിസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് കൊതു. ഇതാണ് ഇപ്പൊ എന്റെ തൗഹീദ്. മനസ്സിലായല്ലോ? ഈ വഹാബിന്റെ പൊട്ടു തൗഹീദ്, ഞാൻ കോമഡി തൗഹീദാണ് ഈ തൗഹീദ് ഞാൻ പേരിട്ടത്. വഹാബിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ കോമഡി തൗഹീദ്. ഇനി തുമ്പൂല്ല, ബാലുല്ല, കടയില്ല, കൊടിയുമില്ല. മടക്കണം പോലെ ഇവിടെ ചവിട്ടുമ്പോ അവിടെ പോകുന്നു, അവിടെ ചവിട്ടുമ്പോ ഇവിടെ പോകുന്നു. എവിടെ ഒരു ക്ലച്ച് കിട്ടുന്നില്ല.
ഖുബുസ് എന്ന് പറഞ്ഞ ആണ് കൊതു, ഖബായിസ് എന്ന് പറഞ്ഞ പെണ്ണ് കൊതു. ഇതപ്പോ വഹാബിന്റെ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ മറഞ്ഞ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നാണല്ലോ വഹാബി പറയുന്നത്. എന്നാ നോക്ക് എത്ര ഹദീസുകളാണുള്ളത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സ്വല്ലൽ ഗദാത ജാഅ ഖദമുൽ മദീനതി ബിആനിയതിഹിം. മദീനത്ത് സുബഹി നിസ്കരിക്കുന്ന ആ സമയത്ത് മദീനയിലെ ഖാദിമീങ്ങളായ ആളുകളൊക്കെ വീട്ടുജോലിക്കാരൊക്കെ വലിയൊരു പാത്രവുമായിട്ട് വരും. ഫീഹൽ മാ, ആ പാത്രത്തിൽ തണ്ണിയുണ്ട്. ഇപ്പൊ നമ്മള് പൂറത്തങ്ങൾ വരുമ്പോ തണ്ണിന്റെ കുപ്പിയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നല്ലോ. അതേപോലെ ഏതെങ്കിലും തങ്ങൾ വരുമ്പോ കുറെ ഉസ്താദ് വരുമ്പോ കുറെ കുപ്പിന്റെ തണ്ണിയുമായിട്ട് വരും. ഇതുപോലെ റസൂലുള്ളാഹി തങ്ങള് സുബഹി നിസ്കാരത്തിന് വരുമ്പോ വെള്ളത്തിന്റെ പാത്രം, തണ്ണിയുടെ പാത്രം എന്തിനാ കൊണ്ടുവരുന്നത്? ഫമാ യുതാ ബി ഇനാഇൻ ഇല്ലാ ഗമസ യദഹു ഫീഹാ. ആര് പാത്രം കൊണ്ടുവന്നാലും റസൂലുള്ളാഹി തങ്ങളതിലേക്ക് കൈമുക്കി കൊടുക്കും ബർക്കത്തിന് വേണ്ടി. ആ ബർക്കത്തിന്റെ തണ്ണി സ്വഹാബത്ത് കുടിക്കുന്നു. മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഗുണം സ്വഹാബത്ത് പ്രതീക്ഷിക്കുന്നു, സ്വഹാബത്ത് ബർക്കത്ത് കൊടുക്കുന്നു. ഇത് സുന്നികൾ ചെയ്യുമ്പോ വഹാബികൾ പറയുന്നു പച്ച ശിർക്കാണ്. അപ്പൊ നബിയും സ്വഹാബത്തും കാണിച്ചു തന്ന ആദർശത്തിൽ സുന്നിയാണോ ഉള്ളത്, വഹാബിയാണോ ഉള്ളത്? നിങ്ങൾ ആലോചിച്ചു, ആരാ ഉള്ളത് ഈ ആദർശത്തിൽ? ഇങ്ങനെ സ്വന്തം തൗഹീദും ശിർക്കും ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നു എന്നല്ലാതെ വഹാബികൾക്ക് വേറെ ഒന്നും അവരെ കൈവശമില്ല. ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കാണാം. സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനെ ഞാൻ ചുരുക്കുകയാണ്, ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് നമുക്ക് ചോദ്യോത്തര അവസരത്തിൽ മറ്റുള്ള തെളിവുകളിലേക്ക് നമുക്ക് പോകാം. ഇനി ഇങ്ങനെ ആ സ്വഹാബത്തും നബിയും ഇന്ന് സുന്നികൾ ചെയ്യുന്ന അതേ ആശയത്തിലും ആദർശത്തിലുമായി ജീവിച്ചു വന്നു. ആ പരമ്പര ഇങ്ങനെ നടന്നു വന്നു. ആ നടന്നു വരുന്നതിന്റെ ഇടയ്ക്ക് ഒരുപാട് പുതിയ പ്രസ്ഥാനം ഈ ലോകത്ത് ഉടലെടുത്തു. പുതിയ പ്രസ്ഥാനം പലതും വന്നു. ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം വന്നു. അവരുടെ പണി ഇതേ വഹാബികൾ ചെയ്യുന്ന അതേ പണിയാണ്. എല്ലാവരെയും കാഫിറാക്കുക, മുശ്രിക്കാക്കുക എന്ന പണിയായിരുന്നു ഖവാരിജുകൾ ചെയ്തത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് ഏതുണ്ടോ അതിനെല്ലാം പറക്കിയെടുത്ത് മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ കാഫിറും മുശ്രിക്കാണെന്ന് പറയുന്ന കൂട്ടരായിരുന്നു ഖവാരിജുകൾ. അവര് ലോകത്ത് നശിച്ചു പോയി, ഇന്നില്ല. പക്ഷെ അതിന്റെ പ്രതിരൂപമാകുന്ന വഹാബിസം ഇവിടെ ഉണ്ട്. അങ്ങനെ ഖവാരിജ് കഴിഞ്ഞു, മുഅ്തസിലത്ത് കഴിഞ്ഞു, കറാമിയത്ത് കഴിഞ്ഞു. അങ്ങനെ പല 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 പുത്തൻ പ്രസ്ഥാനങ്ങൾ വന്നു. അതിലെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു ഒടുക്കത്തിന്റെ പ്രസ്ഥാനമാണ് വഹാബിസം എന്നത്. ഈ നാട്ടുകാരായ, എന്റെ നാട്ടുകാരായ നിങ്ങൾ വഹാബിസത്തിന്റെ ചരിത്രവും പാരമ്പര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് വഹാബിസം, എന്താണ് സലഫിസം എന്നത്? യഥാർത്ഥത്തിൽ വഹാബിസത്തെ പറ്റി പഠിച്ചവരാള് അങ്ങോട്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അടുക്കാൻ കഴിയില്ല. അത്രക്കും ചീഞ്ഞു നാറുന്ന വൃത്തികെട്ട ഒരു പ്രസ്ഥാനമാണ് വഹാബിസം. അത്രക്കും മോശമായ ഒരു പ്രസ്ഥാനം. ആരാണ് അത് ഉണ്ടാക്കിയത്? എപ്പോഴാണ് ഈ പ്രസ്ഥാന ലോകത്തേക്ക് ജനിച്ചു വന്നത്? ഇത് എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കണം. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, ഏതെങ്കിലും സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാവരും അറിയണം. ഹിജ്റ 1111 സൗദിയിൽ ജനിച്ച ഉയൈന എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ആള്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഹിജ്റ 1153. 1153 1740 ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിട്ട് വഹാബിസം ചൊല്ലൽ. ഇതിന് ഫൗണ്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊല്ലാൽ.
എന്നാൽ ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഞാൻ ചുരുക്കി അവരുടെ ചെറിയ ചരിത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുക. താടി വെച്ച് നീളൊക്കെ നെരിയാന്റെ മുകളിൽ പാന്റ് ധരിച്ചിട്ട് ഞങ്ങളൊക്കെ ഐക്യത്തിന്റെ ആളുകളാണ്, നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. നേരത്തെ ആ വായിസിലൊക്കെ കേട്ടു. ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് ഒരാൾ പറയുന്നു, ഞങ്ങൾ അങ്ങനത്തെ ആളുകളൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല, ആരെയും കുറ്റം പറയുന്നവരല്ല, ഒന്നും ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല. നിങ്ങൾ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ പറയും, ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യുന്ന നല്ലവരായ നാട്ടിൽ നല്ലത് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയും. അതേ കൂട്ടരാണ് വഹാബികൾ. ഇരിക്കട്ടെ, 1740 ഈ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഇബ്നു അബ്ദുൽ വഹാബ് എന്താ ചെയ്തതറിയോ? 1740 ഈ പ്രസ്ഥാനത്തിന് ജന്മം നൽകി. പല സ്ഥലത്തൊക്കെ പോയി, എവിടെയും ക്ലച്ച് കിട്ടിയില്ല. അവസാനം ഉയൈനയിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹത്തിന്റെ വാപ്പ 1153 വഫാത്തായതിന്റെ ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന ഇബ്നു അബ്ദുൽ വഹാബ് ആ നാട്ടിലെ അന്നത്തെ അമീറായിരുന്ന മുഹമ്മദ് ബിൻ സഊദുമായി ബന്ധപ്പെടുന്നു. എന്നിട്ടോ അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തു. ഇയാളെ പുതിയ വാദങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ജനങ്ങളെല്ലാം ഇന്ന് ശിർക്കിലാണ്, ബിദ്അത്തിലും ഖുറാഫാത്തിലുമാണ്, നമുക്ക് ഇതിനെതിരെ പോരാടണമെന്ന് പറഞ്ഞു അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ സഊദിനെ തലതിരിച്ചു. അങ്ങനെ അദ്ദേഹം അതിന് സമ്മതിച്ചിട്ട് എന്താ ചെയ്തത്? നമുക്ക് ഇതിനെതിരെ ഒരു പോരാട്ടം നടത്തണം, എല്ലാ സഹായവും പിന്തുണ നിങ്ങൾ നൽകണം. ഖലീഫ പറഞ്ഞെങ്കിൽ അമീർ പറഞ്ഞു, ഓക്കേ, ഐ ആം റെഡി, ഞാൻ റെഡിയാ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്ത്? ഞാൻ സാധാരണക്കാരായ നാട്ടുകാരിൽ നിന്ന് നികുതി വാങ്ങുന്നുണ്ട്, ടാക്സ് വാങ്ങുന്നുണ്ട്, അത് നിങ്ങൾ വിരോധിക്കാൻ പാടില്ല. അപ്പൊ ഇയാള് പറഞ്ഞു അമീറിനോട്, എന്നാ അതിനേക്കാളും നല്ല കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പൊ ചോദിച്ചു, എന്താണത്? നമുക്ക് ഈ യുദ്ധത്തിൽ കിട്ടുന്ന ഗനീമത്ത് മുതല്, ആ മുതല് എല്ലാം നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട, നിങ്ങളെടുത്തോ. അത് നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സിന്റെ എത്രയോ ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞു. അമീറിന് വലിയ സന്തോഷായി. അങ്ങനെ തുടങ്ങി അവരുടെ ഇടയിൽ ഒരു കരാറ് നടന്നു. ആ കരാറ് നടന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലും മുഹമ്മദ് ബിൻ സഊദിന്റെ നേതൃത്വത്തിലായി അതാ അവിടെ യുദ്ധം നടക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തതറിയോ? പാവപ്പെട്ട സുന്നികൾ താമസിക്കുന്ന നാടുകളിലേക്ക് കയറി മുഹമ്മദ് ബിൻ സഊദും ഇബ്നു അബ്ദുൽ വഹാബും അവന്റെ കൂട്ടരും പട്ടാളവും പോയി ആ പാവപ്പെട്ട സുന്നികളെ കൊന്നുകളയുന്നു. നിഷ്ഠൂരമായ നിലക്ക് കൊന്നുകളയുന്നു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് കൊന്നുകളഞ്ഞത്? ഇതാ ഒരു ഉദാഹരണം വെക്കുക. ത്വായിഫിന്റെ ഒരു സംഭവം. ആ ത്വായിഫിൽ ഇവർ കൊന്ന ആളുകളുടെ സംഖ്യ എത്ര അറിയോ? 1 2 അല്ലെങ്കിൽ 100 200 അല്ല. ഇബ്രാഹിം സമന്നൂദി പറയാണ്, വകാനൂ യദ്ബഹൂന സ്വഗീറ അലാ സദ്രി ഉമ്മിഹി, ഉമ്മാന്റെ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് ചെറിയ മക്കളെ പോലും അവർ അറുത്തുകൊന്നു. വനഹബൂ വല്ലമല, അവർ മുസ്ലിമീങ്ങളെ സുന്നികളെ മുതൽ പിടിച്ചെടുത്തു. വസബുൻ നിസാ, അവർ പെണ്ണുങ്ങളെ ചെറ പിടിച്ചു ബന്ധ ചെയ്തു. വഹദമൂ ഖുബ്ബത സയ്യിദിനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ ദർഗാ ത്വായിഫിൽ. ഇപ്പോഴും നിങ്ങൾക്ക് സിയാറത്തിന് പോയാൽ അവിടെ വലിയൊരു ഭിത്തിയുണ്ട്, ഒരു ഗോഡയുണ്ട്, അതിന്റെ അകത്താണെന്ന് നമുക്ക് പുറത്തേക്ക് കാണൂല. പക്ഷെ പണ്ട് അവിടെ വലിയ മഖബറ ഉണ്ടായിരുന്നു, ഒരു ജാറുണ്ടായിരുന്നു, അതിനവർ തകർത്തു. വദബഹു അലാ ഖബ്രിഹി, ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഖബർ നിലനിൽക്കുന്ന സ്ഥലത്ത് വഹാബീസ് പട്ടാളം, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പട്ടാളം കൊന്ന ആളുകളുടെ സംഖ്യ എത്രയോ? 70,000 വരുന്ന സുന്നികളെയാണ് വഹാബികൾ കൊന്നത്.
70,000-ഓളം വരുന്ന ആളുകളെ മിനൽ ഉലമാഇ വൽ അശ്റാഫി വസ്സാലിഹീൻ, ആ കൂട്ടത്തിൽ ആലിമീങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ തങ്ങന്മാരുണ്ട്, ആ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളും ഖാദിമാരും ഒക്കെ ഉണ്ട്. 70,000-ഓളം വരുന്ന മുസ്ലിമീങ്ങൾ എവിടെ കൊന്നു? വഹാബികൾ. അത് മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദ് ദഹ്റാൻ അദ്ദേഹത്തിന്റെ താരീഖിൽ പറയുന്നു, അതിന്റെ 358-ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളൂ. ലമ്മാ ദഖലു അത്തായിഫ, വഹാബി പട്ടാളം, സലഫികളെ പട്ടാളം തായിഫിൽ പ്രവേശിച്ചപ്പോൾ ഖതലുൻ നാസ ഖത്ലൻ അമ്മ, ആ നാട്ടുകാരെ മുഴുവനും കൊന്നുകളഞ്ഞു. വസ്തൗഅബുൽ കബീറ വസ്സഗീറ വൽ മഅ്മൂറ വൽ അമീറ വശരീഫ വൽ വലിയ, ചെറിയവരും വലിയവരും ആലിമീങ്ങളും അല്ലാത്തവരും സാധാരണക്കാരെയും കൊന്നുകളഞ്ഞു. മലപ്പാൽ കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ പോലും വഹാബികൾ അറുത്തുകൊന്നു. വീടിന്റെ മുകൾ ഭാഗത്തിലേക്ക്, വീട്ടിന്റെ ഉള്ളിൽ അകത്ത് ഒളിച്ചിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ കൊന്നെടുക്കാൻ മുകളിലേക്ക് കയറി വീട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പാവങ്ങളെ പിടിച്ച് വലത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊന്നു. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളായ കുറച്ച് കുട്ടികൾ അവരെ വന്നടങ്ങം എല്ലാവരും കൊന്നു കളഞ്ഞു. ഹത്താ അബാദു മൻ ഫിൽ ബുയൂതി ജമീഅ ثم خرجوا الى الحوانيت والمساجد وقتلوا من فيها. പിന്നീട് അവർ റോഡുകളിലേക്ക് പോയി, പള്ളിയിലേക്ക് പോയി, പള്ളിയിലുള്ള ആളുകളെ പോലും മർത്തുകൊന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ പോലും മർത്തുകൊന്നു. ആരാ ചെയ്തത്? വഹാബികൾ, സലഫികൾ. എത്രത്തോളം ഈ മനുഷ്യൻ എത്രമാത്രം ഒരു ക്രൂരിയും ദുഷ്ടനായിരുന്നു. വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാകുന്ന ഇബ്നു അബ്ദുൽ വഹാബ് എത്രമാത്രം ക്രൂരിയായിരുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ അളിയന്റെ മകൻ ഉസ്മാൻ ഇബ്നു മുഅമ്മർ എന്ന് പറയുന്ന ഒരാള് ആദ്യം ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജമീല പട്ടണത്തിൽ ദർഗ തകർക്കാൻ നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഈ ഉസ്മാൻ ഇബ്നു മുഅമ്മർ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വിട്ട് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി. ആ മടങ്ങിയതിന്റെ പേരിൽ, ഈ വഹാബി പ്രസ്ഥാനം വിട്ടതിന്റെ പേരിൽ ആ ഉസ്മാൻ ഇബ്നു മുഅമ്മർ എന്ന് പറയുന്ന ആള് അദ്ദേഹം പള്ളിയിൽ ഒരു റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കരിച്ച് ആ മുസല്ലയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇബ്നു അബ്ദുൽ വഹാബ് 6 ആളുകൾ അയച്ച് ആ സ്വന്തം തന്റെ ഭാര്യന്റെ സഹോദരന്റെ മകനെ നിഷ്ഠൂരമായി പള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അറുത്തുകൊല്ലുകയാണ്. ഇതാണ് വഹാബിസത്തിന്റെ പാരമ്പര്യം, ഇതാണ് സലഫിസത്തിന്റെ ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ഏതെല്ലാം ഉഗ്രവാദി ഭീകരവാദി സംഘടനകളുണ്ടോ, ഐസിസ് ആയാലും അതുപോലെ അൽ ഖായിദയായാലും അതുപോലെ തന്നെ ലോകത്ത് ഏതെല്ലാം അലവലാദി സംഘടനകളുണ്ടോ അതെല്ലാം വഹാബിസത്തിന്റെ പ്രൊഡക്റ്റുകളാണ്. എല്ലാം വഹാബിസമാണ്. അവർ അന്ന് കൊന്നതിന്നും തീർന്നിട്ടില്ല. ഈ ചരിത്രം നിഷേധിക്കട്ടെ വഹാബികൾ. നാളെ ഇവിടെ വന്നിട്ട് റോട്ടിലോ ടൗണിലോ പട്ടണത്തോ അതൊക്കെ അദ്ദേഹം പച്ചക്കളവ് പറഞ്ഞതാണ്, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ തെളിയിക്കാൻ ഏതെങ്കിലും സലഫികൾക്ക് സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. 30-ലധികം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഒന്നോ രണ്ടോ അല്ല എന്റെ കൈവശം. 30-ലധികം ചരിത്ര ഗ്രന്ഥങ്ങളെ കൊണ്ട് ഞാൻ ഈ കാര്യം തെളിയിക്കും, ഒന്നോ രണ്ടോ അല്ല. അപ്പോ അത്രമാത്രം ആളുകളെ ഈ ലോകത്ത് മുസ്ലിമീങ്ങളെ മേലെ ശിർക്ക് ആരോപണം നടത്തി, കുഫ്റിന്റെ ആരോപണം നടത്തി, ഖുറാഫാത്തിന്റെ ആരോപണം നടത്തി, 5 വക്ത് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ജുമുഅ നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന ഈ മുസ്ലിമീങ്ങളായ ആളുകളെ കാഫിറും മുശ്രിക്കുമാക്കി കൊന്ന കൂട്ടരാണ് വഹാബികൾ. ഇവർക്ക് എന്ത് തൗഹീദ് പറയാൻ അവകാശം? ഇവർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിഞ്ഞോ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിഞ്ഞോ? ദുആ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിഞ്ഞോ? ഇബാദത്തിന്റെ നിർവചനം അറിയോ? വെറും മുശ്രിക്കുകളെ മേലെ ഇറങ്ങിയ ആയത്തുകളെ കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി നിങ്ങളൊക്കെ മുശ്രിക്കും കാഫിറാണെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലവരായ നിങ്ങൾ ഇവരെ സംബന്ധിച്ച് ബോധമുള്ളവരാകണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
നമുക്ക് ചോദ്യോത്തര അവസരങ്ങളിൽ വിശാലമായി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അലവി